ചായ. ലീന. അതെ, എങ്ങനെ മനസ്സിലായി? മാധവൻ. അറിയോ നിനക്ക്? ഞങ്ങൾ ലോട്ടസ് ക്ലബിലെ സഹപാഠികളായിരുന്നു. അന്ന് താങ്കൾ സമ്പന്നനായ രാഷ്ട്രീയ വിദ്യാർത്ഥിയും ഞാൻ താങ്കളുടെ സതീർത്ഥ്യനുമായിരുന്നു. The great old monk മാധവൻ. God is great. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ താൻ. ഇയാളെ ശരിക്കും അറിയുമല്ലേ? താൻ എല്ലാം കളഞ്ഞു കുളിച്ചു അല്ലടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയെങ്കിലേ നിങ്ങളെല്ലാം നേടിയോ? സമ്മതിക്കുന്നു. ഇല്ല. ആർക്ക് എന്താടോ നേടാൻ കഴിയുക? സ്വന്തം എന്ന പദം തന്നെ പച്ചക്കള്ളമല്ലേ? എനിവേ, ഇപ്പൊ എനിക്ക് സമാധാനമായി. എന്റെ മകൾ തന്റെ അടുത്താണല്ലോ. ടേക്ക് കെയർ മോളെ. പോട്ടടോ. ചായ. ചായ അവിടെ കൊടുക്ക. ജാഫർഖാൻ കോളനിയിലെ 3ാമത്തെ തെരുവില് മന്ത്രിയുടെ മോളെയും മൊബൈലും കണ്ടെത്തി. ഒടുവിൽ നഷ്ടപ്പെട്ട എന്റെ ബ്ലാക്ക്ബെറി ഫോൺ എന്റെ വിരൽ തുമ്പത്ത്. അന്ന് തിയേറ്ററിൽ നിന്ന് ആ ഫോൺ ലഭിച്ചത് ആ പയ്യന് തന്നെ. എനിക്ക് വന്ന വർക്കുകൾ അവൻ എങ്ങനെയോ എക്സിക്യൂട്ട് ചെയ്ത് കൂടുതൽ പണം സമ്പാദിച്ചിരിക്കുന്നു. അതുപോലെ ആ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തിട്ട് അവളെ വെച്ച് അവൻ കൂടുതൽ പണം ഉണ്ടാക്കാതെ അവളെയും അവൻ ഒളിപ്പിച്ചിരിക്കുന്നു. ഹീ സ്മാർട്ട്. പക്ഷേ എല്ലാം തീരും. രണ്ടുപേരെയും പൊക്കണം. പിന്നെ ഈ ഓപ്പറേഷനിൽ പാളിച്ചകളേ ഇല്ല. അതുകൊണ്ട് ഇത് ഞാൻ തന്നെ കളിച്ചോളാം. ഓക്കേ? ഒന്നടിക്കാൻ വന്നോ? അല്ല, ഈ കോർപ്പറേഷനുള്ള കൊതിനുള്ള മരുന്ന്. മരുന്നടിക്കാൻ വന്നിട്ട് എത്ര കാലമായിടോ? ഞങ്ങളൊക്കെ വല്ല ഡെങ്കിയോ ചിക്കൻ ഗുനിയോ വന്ന് കിടപ്പിലായ തന്റെ അച്ഛൻ കൊണ്ട് തരുമോ ചികിത്സിക്കാനുള്ള കാശ്? ഇല്ല ഇല്ല. മരുന്നടിക്കണ്ട, ഇങ്ങോട്ട് പോ. എന്റെ ബ്ലാക്ക്ബെറി ദൈവങ്ങളെ, ഇത് കണ്ട ഉമ്മോടുക്ക്. എവിടെ ബ്ലാക്ക്ബെറി? നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം അദ്ദേഹം തരും. എന്നെ വിട്ടയക്കണം. ശ്രീയെങ്കിലും വിട്. നിന്നെ തട്ടിക്കൊണ്ടുപോകുന്ന ഇവനെ രക്ഷപ്പെടുത്താനോ? ശ്രീ എന്നെ തട്ടിക്കൊണ്ടു പോയിട്ടില്ല. പിന്നെ അത് മറ്റാരോ ആണ്. ശ്രീ എന്നെ രക്ഷിക്കായിരുന്നു. എല്ലാം എനിക്ക് അറിയാം മോളെ. നീ കാരണേ കോടികളുടെ ബിസിനസ്സാ എനിക്ക് നഷ്ടമായത്, അറിയോ? മനസമാധാനത്തോടെ താമസിച്ച ഫ്ലാറ്റും പോയി. ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ച് ഏതെങ്കിലും പോലീസുകാർ ഇവിടെ എത്തും. അതിനു മുമ്പ് നിന്നെ ആർക്കെങ്കിലും പിടിച്ചു കൊടുത്താ പിന്നെ ഇവനെ ഏതെങ്കിലും ബോട്ടിൽ കയറ്റി ശ്രീലങ്കയിലേക്ക് അയക്കണം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചാലോ? അവൻ മിടുക്കനായതുകൊണ്ടേ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളും. അയ്യോ, യശ്വന്ത് സിൻഹയുടെ മെസ്സേജ്. പിന്നെ 24 മണിക്കൂറിനുള്ളിൽ കണ്ടെത്തിയില്ലെങ്കിൽ മന്ത്രിക്ക് മുമ്പേ തന്റെ തൊപ്പി ഞാൻ തെറിപ്പിച്ചിരിക്കും. മൈൻഡ് ഇറ്റ് സർ. ബാല, ഈ 24 മണിക്കൂർ കണ്ടുപിടിച്ച ഏത് തെണ്ടിയാണാവോ? ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്തില്ല എന്ന് പറയണ പോലെയാണ് സാറിന്റെ തൊപ്പിയുടെ കാര്യം. കഷ്ടം. ഡോൺ പണ്ടാരടങ്ങൻ. ഏത് അലവലാതിയാണോ ഈ ഡോൺ? അവൻ നിന്റെ തൊപ്പിയും കൊണ്ടേ പോവുള്ളൂ മിക്കവാറും. ബാല, തുറക്കൂ. പഴയതുപോലെ നമ്മളിത് മുഴുവൻ ഡയമണ്ട് സ്വർണ്ണമാക്കുന്നില്ല. ഇതിന്റെ പകുതി നമ്മൾ പൈസയായിട്ട് തന്നെ സൂക്ഷിക്കുന്നു. കാരണം പഴയതുപോലെ നമുക്ക് പട്ടിണി അടക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം, നാളെ തന്നെ നമ്മൾ അപ്പാർട്ട്മെന്റിലേക്ക് മാറുന്നു. അത് അപകടമല്ലേ ബോസ്? എന്തപകടം? പോലീസ് ആ സ്ഥലം കണ്ടുപിടിച്ച സ്ഥിതിക്ക് പോലീസ് ആ സ്ഥലം കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഈ ഭൂഗോളത്തിൽ നമുക്ക് സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് ആ അപ്പാർട്ട്മെന്റ്. അതായത് ഒരു കള്ളന് ഏറ്റവും സേഫ് ആയി താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് പോലീസിന്റെ വീടെന്ന് കേട്ടിട്ടുണ്ട്. ഐഡിയ എങ്ങനെയുണ്ട്? Twinkle twinkle little star, twinkle twinkle little star, how I wonder what you are. Twinkle little star. The star തെളിഞ്ഞു.
ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു സൂപ്പർ ബോസ്, ഹാപ്പി ബർത്ത്ഡേ ടു സൂപ്പർ ബോസ്. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് കൊണ്ടുപോ. ബോസ്, ഇതൊക്കെ പെട്ടെന്ന് സംഘടിപ്പിക്കാൻ വേണ്ടി 3 ഇരട്ടി പണം ചെലവായി. അല്ല ഞാൻ ഇതൊക്കെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണ കാശിലടോ. yes. അതെ. ഇനി ബോസ് പാല് കുടിക്കോ? കാമാന്നൊരക്ഷരം പോലീസിനോട് മിണ്ടാതെ മോളെ ഏതോ ഒരു ചേരി കൊണ്ട് താമസിപ്പിച്ചിട്ട് ഇപ്പൊ കാണാതായപ്പോ എന്റെ മേക്കിട്ട് കയറാൻ വരിക. വിളിക്കുന്ന ചീത്തയ്ക്കൊരു മര്യാദ വേണ്ടോ? ഈ മന്ത്രിയുടെ ചന്തയുടെ സൈഡിനിട്ടൊന്ന് പൊട്ടിക്കാൻ വേണ്ടത്. അല്ല സാർ, നമ്മളിനി എന്താ ചെയ്യാ? എന്റെ തൊപ്പി തെറിക്കുമെന്നുള്ളത് ഉറപ്പായി. നിമിഷങ്ങളെ ഇനി ബാക്കിയുള്ളൂ. ഒരു 4 മാസം കൂടി എങ്ങനെയെങ്കിലും എനിക്ക് പിടിച്ചേ പറ്റുള്ളൂ ബാല. ഇനി മറ്റൊരു മാർഗമില്ല. ഞാൻ 18ാമത്തെ അടവ് പയറ്റാൻ പോവാ. അത് ഏതാടൂ സാർ? അല്ല, മനസ്സിലായില്ല. ഈ അന്വേഷണം വഴിമുട്ടുമ്പോ ഏത് പോലീസുകാരനും പയറ്റുന്നൊരടവില്ലേ, ഒരു പൂഴിക്കടകൻ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടി കട്ടവനാക്കുക. അതൊരു തെറ്റായ വഴിയല്ലേ സാർ? എടോ, കഷ്ടപ്പെട്ട് തപ്പിപ്പിടിച്ച് നമ്മളെ ഹാജരാക്കുന്ന പ്രതികളെ, കള്ളസാക്ഷികളെ നിരത്തി വാദിച്ച് വക്കീലന്മാർ രക്ഷപ്പെടുത്താറില്ലേ? ഹൈക്കോടതി ശിക്ഷിച്ച പ്രതികളെ സുപ്രീം കോടതി വെറുതെ വിടാറില്ലേ? സുപ്രീം കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ച പ്രതിയെ രാഷ്ട്രപതി മോചിപ്പിക്കാറില്ലേ? ഈ പറയുന്ന വക്കീലും കോടതിയും സമൂഹവും എല്ലാം വാദിയെ പ്രതിയാക്കാറില്ലേ? പിന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് മാത്രം എന്തിനാണോ ഒരു കുറ്റബോധം? സാർ എന്താ ഉദ്ദേശിച്ചത്? എടോ, അന്ന് ആ ഡോൺ താമസിച്ച അപ്പാർട്ട്മെന്റിലെ താവളമില്ലേ, അവിടെ പോയി നമ്മൾ ഒന്നുകൂടെ റെയ്ഡ് നടത്തുന്നു. സാർ, പോലീസ് ആ താവളം മനസ്സിലാക്കിയ സ്ഥിതിക്ക് അല്പമെങ്കിലും തലയ്ക്കകത്ത് വിവരമുള്ളവരാണെങ്കിൽ ആ ഡോൺ അങ്ങോട്ട് തിരിച്ചു വരുമോ സാർ? അതെനിക്കും അറിയാവടോ. പക്ഷെ ആ താവളത്തിൽ പകരം പുതിയ ഏതെങ്കിലും ഒരു കോന്തൻ താമസമായി കാണും. അവനെ പോകണം. അവനാണ് പ്രതിയെന്ന് വരുത്തി തീർക്കണം. 3ാം മുറ വരെ പോവാം. എനിക്ക് 4 മാസം കൂടെ പിടിച്ചു തീർക്കാൻ തൽക്കാലം ഇത് മതി. പിന്നെ അയാളെ ചുറ്റിപ്പറ്റി അന്വേഷണം പൊക്കോളും. ആളൊരു കോപ്പമല്ലെന്ന് കണ്ട് കോടതി അയാളെ വെറുതെ വിടുകയും ചെയ്യും. എന്റെ റിട്ടയർമെന്റ് സുഖമായിട്ട് നടക്കുകയും ചെയ്യും. അങ്ങനെ come on, let's go. യെസ് സർ. സാർ, ഇതാണ്. ബെല്ലടിക്ക്. സാർ, അയാളാ ഡോൺ. അതെ സാർ. ഒരിക്കൽ റെയ്ഡ് നടത്തിയ താവളത്തിൽ വീണ്ടും പോലീസ് റെയ്ഡിന് വരില്ലെന്ന് നിങ്ങൾ മനക്കണ്ണിൽ കണ്ടു. നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു സാർ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്രില്യന്റ് ആയ ഡോൺ ആണ് നിങ്ങൾ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമർത്ഥനായ പോലീസ് ഓഫീസറാണ് സാർ അങ്ങ്. എന്റെ ഉൾക്കാഴ്ച അങ്ങ് 6th സെൻസിലൂടെ കണ്ടു. എനിക്ക് സന്തോഷമായി. ഞാൻ കീഴടങ്ങുന്നത് കേരളത്തിലെ കുര്യൻ കെ ജോസഫ് എന്ന ബുദ്ധിമാനായ ഓഫീസറിന്റെ മുന്നിലാണല്ലോ. പ്ലീസ് സാർ, സാർ ഈ ഗൗൺ ഊരാൻ സമ്മതിക്കരുത്. താങ്ക് യു. താങ്ക് യു. ബാല സാർ, വിലങ്ങ് വയ്ക്കേ. ആദ്യം ഇത് തുടയ്ക്കൂ. വേദനിപ്പിക്കരുത്. ഇല്ല. ഓ ബാല, സോറി സാർ. വിലങ്ങ് ആദ്യമായിട്ടാണല്ലേ? അതെ സാർ. അതിന്റെ ഒരു പരിചയക്കുറവുണ്ടാവും. ഓ, സാരമില്ല, ശീലമായിക്കൊള്ളും. ആണോ? ഓ ദൈവമേ. അപ്പോ പോയാലോ? സാർ, ഞങ്ങളെ കൂടെ അറസ്റ്റ് ചെയ്യൂ. കമ്മീഷണർ, ഞങ്ങളെ കൂടെ അറസ്റ്റ് ചെയ്യും. സാർ, പ്ലീസ് സാർ. ശരി, നിങ്ങളും പോന്നു. ശരി ശരി. ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് വേറെ ആരും ഇല്ല സാർ.